ഇനിയൊരു മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് പോകുന്നത്. കണ്ണൂർ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി. കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിടുതൽ ഹർജി എറണാകുളം CBI കോടതി തള്ളി. ഇതോടെ ഇരുവരും വിചാരണ നേരിടണം എന്ന് വ്യക്തമായി. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് പി ജയരാജൻ പ്രതികരിച്ചു. കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാനാണ് വിടുതൽ ഹർജി നൽകിയതെന്ന് ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് വിമർശനം ഉന്നയിച്ചു. ഇത് ഇത്തിരി നീണ്ടുപോയാലും ഇത് നിയമയുദ്ധം അവസാനിക്കുന്നില്ല. അവസാനം വരെ ഷുക്കൂറിന്റെ കുടുംബവും പാർട്ടിയും ഒക്കെ ഉണ്ടാവുമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് ഈ കേസ് തീരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അവര് ഒരു പക്ഷേ CBI കോടതി വിധിക്കെതിരെ അപ്പീലിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകും. അപ്പൊ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രമേ ഇപ്പൊ ജയരാജനോടും അവരോടൊക്കെ പറയാനുള്ളൂ. ജയരാജൻ ഇപ്പോൾ ആ പാർട്ടി തന്നെ രാഷ്ട്രീയ വനവാസം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹം പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നിയമപരമായിട്ട് പരമായി കിട്ടേണ്ട അദ്ദേഹത്തിനുള്ള ശിക്ഷയാണ് കിട്ടേണ്ടത്. ആ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പോരാട്ടം തുടരുകയാണ്. അവസാന ശ്വാസം വരെ ഞങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാവും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. ആജ്ഞ, ഈ കേസ് ആരംഭിക്കുന്നത് 2012 ഫെബ്രുവരി 20 അന്നാണ് ഈ അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. ആ കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ച് പിന്നീട് നിരവധി വിവാദങ്ങൾ ഉണ്ടായി. പോലീസ് അന്വേഷിച്ചു, പിന്നീട് മറ്റ് അന്വേഷണ ഏജൻസികൾ വന്നു. ഒടുവിൽ CBI 2019 ജനുവരി 4 ജയരാജനും രാജേഷിനുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും കൊലക്കുറ്റവും ചുമത്തുന്ന അനുബന്ധ കുറ്റപത്രം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ കേസിലാണ് ഇപ്പോൾ കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കനത്ത ഒരു തിരിച്ചടി തന്നെ. പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ നിയമ സംവിധാനം കർശനമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതിൻ്റെ കൂടി തെളിവാണോ? അതെ മനോഭരത്, കാരണം ഈ കേസ് ആദ്യം അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് ആയിരുന്നു. ഇത്തരത്തിലൊരു ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അരിയിൽ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക മറ്റൊരു ലീഗ് പ്രവർത്തകരായിരുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ സഹായത്തോടു കൂടി ഈ പരാതിയിൽ ഈ ഹർജിയിൽ കക്ഷി ചേരുന്നതും തുടർന്നാണ് CBIക്ക് ഈ അന്വേഷണം വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കക്ഷി ചേരുന്നത്. തുടർന്നാണ് CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹൈക്കോടതി അന്വേഷണ ചുമതല CBIയെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ പോലും ഏത് സാഹചര്യത്തിലാണ്, അതായത് തളിപ്പറമ്പ് ആശുപത്രിയിൽ വെച്ച് 315 റൂമിൽ വെച്ചിട്ട് ഈ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന ഉണ്ടാവുകയും അതിൽ TV രാജേഷും അതുപോലെ തന്നെ പി ജയരാജനും പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്ത ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 2 പേർക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ കൊലപാതകത്തിൽ ഉണ്ട് എന്നുമാണ് CBIയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോണിന്റെ ഡാറ്റകളും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനും ഒക്കെ ഡിറ്റക്ട് ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം പോലും കോടതിയിൽ ഇത് കൃത്യമായ തെളിവായി തന്നെ CBI കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിടുതൽ, തങ്ങളെ വിചാരണ കൂടാതെ വിടുതൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി ജയരാജനും TV രാജേഷും കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആ ഹർജിയിലാണ് വിചാരണ നേരിട്ടേ പറ്റൂ എന്നൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു. അത് CBI പ്രത്യേക കോടതിയുടെ വിധിയാണിത്. ജസ്റ്റിസ് P ശബരിനാഥന്റെ വിധിയാണ് ഈ വിചാരണ നേരിട്ടേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പട്ടുപത്ത് CPM-ഉം മുസ്ലിം ലീഗും സംഘർഷത്തിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഈ സംഘർഷ കാലത്ത് ഇവിടേക്ക് സംഘർഷം നടന്ന ഇടത്തേക്ക് സന്ദർശിച്ച പി ജയരാജന്റെയും TV രാജേഷിന്റെയും വാഹന വ്യൂഹത്തിന് നേരെ കല്ലെറിഞ്ഞു. അതിനാണ് അരിയിൽ ഷുക്കൂറിനെ 30ഓളം പേര് ചേർന്ന CPM പ്രവർത്തകർ ചേർന്ന സംഘം തടഞ്ഞു വെക്കുകയും കരുതൽ തടങ്കിലാക്കുകയും വിചാരണയ്ക്ക് ശേഷം നിരന്തര വിചാരണയ്ക്ക് ശേഷം
ക്രൂരമായി കൊലപ്പെടുത്തി എന്നുമാണ് ഈ കേസ് നിലനിൽക്കുന്നത്. അനുപരിധി സൂചിപ്പിച്ചതുവരെ നിരവധി വിവാദങ്ങൾ നേരിട്ട, അതായത് CPM-ന് തന്നെ നിരവധി തവണ പ്രതിക്കൂട്ടിൽ എത്തേണ്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയാണിത്. അതുമാത്രമല്ല, ആ സമയത്ത് കല്യാശ്ശേരി MLA ആയിരുന്നു TV രാജേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു P ജയരാജൻ. ഇവര് രണ്ടുപേരും ഇതിൽ ഇൻവോൾവ് ആയി എന്നുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അരിൽ അബ്ദുൽ ഷുക്കൂർ വധക്കേസിന് ഇത്രയധികം പ്രാമുഖ്യവും പ്രാധാന്യവും ലഭിച്ചത്. പാർട്ടിയെ ഏറെ വിമർശനത്തിന് ഇടയാക്കിയ, CPM-ന് ഏറെ വിമർശനങ്ങൾ വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി അരിൽ അബ്ദുൽ ഷുക്കൂർ വധക്കേസ് കൊണ്ട് ഉണ്ടായി എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്തായാലും CBI പ്രത്യേക കോടതിയാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വിചാരണ നേരിട്ടേ പറ്റൂ. അതായത് തങ്ങളെ 2023 ജനുവരിയിലാണ് TV രാജേഷും P ജയരാജനും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളെ ഗൂഢാലോചന ഇത് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണ്. കണ്ണൂരിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ സ്ഥലങ്ങളിൽ പോയതും അവിടെ നിന്ന് ആളുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുമൊക്കെ എനിക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കാറിൽ നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഷുക്കൂറും കൂട്ടരും ഒരു വീട്ടിൽ അഭയം തേടുന്നു. അത് പരിക്കേറ്റ സുഹൃത്തിനെയും കൊണ്ട് പുഴ കടക്കുകയായിരുന്നു ഷുക്കൂർ. അങ്ങനെ അപ്പോഴാണ് അവരെ CPM പ്രവർത്തകർ വളയുന്നത്. തുടർന്ന് അവരൊരു വീട്ടിൽ അഭയം തേടുന്നു. ആ വീട് CPM പ്രവർത്തകർ വളയുന്നു. വീട്ടുകാർ കുറ്റക്കാരാണെങ്കിൽ പോലീസിനെ വിളിക്കാൻ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ആരും പോലീസിനെ വിളിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഷുക്കൂറിനെയും കൂട്ടുകാരനെയും ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. 50 മീറ്റർ അകലേക്കുള്ള പാടത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നു. അതിനുശേഷം 2:30 ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ഈ 2 പേർക്ക് വെട്ടേൽക്കുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷമാണ് ഈ ആശുപത്രിയിൽ നിന്നൊരു നിർദ്ദേശം കിട്ടുകയാണ്. സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളിൽ നിന്നൊരു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരമായ കൊലപാതകമെന്നൊക്കെയാണ് CBI അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഒരു പ്ലാൻഡായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന തരത്തിലുള്ളൊരു കണ്ടെത്തൽ CBI നടത്തുന്നത്. അത് എന്നാൽ പോലീസ് കണ്ടെത്തിയ മൊഴി അല്ലെങ്കിൽ സാക്ഷികളുടെ മൊഴി ദുർവ്യാഖ്യാനം ചെയ്താണ് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചത് CBI എന്ന തരത്തിൽ CPM ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെയൊക്കെ വളരെ അധികം വാദപ്രതിവാദങ്ങൾക്ക് ഈ കേസ് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിനൊക്കെ അപ്പുറത്താണ് ഇപ്പോൾ ഇരുവരും വിചാരണ നേരിടണം എന്ന് കോടതി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇതിൽ നിന്ന് പ്രാഥമികമായി ഇവർക്കിതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ളൊരു ബോധ്യം കോടതിക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ ഒരു തീരുമാനം? വ്യക്തമാണ് മനുഭരത്. കാരണം ഇത്തരത്തിൽ പ്രാഥമികമായി തന്നെ ഇവർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയാണ് CBI കുറ്റപത്രത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് തന്നെ എഴുതി ചേർത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും P ജയരാജനും TV രാജേഷും ഇതുമായി ബന്ധപ്പെട്ട തങ്ങൾക്കെതിരെയുള്ള ആരോപണം മാത്രമാണ്. തളിപ്പറമ്പ് ആശുപത്രിയിലെ 315-ാം റൂമിൽ വെച്ചിട്ടാണ് ഈ ഗൂഢാലോചന നടക്കുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന ഷുക്കൂറിനെയും കൂട്ടാളികളെയും വളയാനും അതല്ലെങ്കിൽ അവരെ തിരിച്ച് ആക്രമിക്കാനുമുള്ള ഒരു സാഹചര്യം ഈ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. മനുഭരത് സൂചിപ്പിച്ചതുപോലെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷമാണ് അരിൽ ഷുക്കൂറിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുക തന്നെ ആയിരുന്നു എന്നാണ് CBI കണ്ടെത്തൽ. അത് തന്നെയാണ് കോടതിയിലും അതായത് കുറ്റപത്രത്തിലും CBI സമർപ്പിച്ചിരിക്കുന്ന പ്രാഥമികമായ കണ്ടെത്തലുകൾ കോടതിക്ക് ചെറിയ തോതിലെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി അവർ കുറ്റക്കാരാണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു വിചാരണയ്ക്ക് അവർ തയ്യാറാകണമെന്ന് കോടതി വ്യക്തമാക്കിയത്. ഏതായാലും